രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനമേ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. രാജ്യത്ത് വോട്ടിംഗ് മിഷൻ അട്ടിമറിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും BJP സംഘപരിവാർ മുന്നിലോട്ട് വെച്ച ഹിന്ദുത്വ അജണ്ടയിലൂടെ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തവരെ, നിങ്ങൾക്ക് ഇതിലും വലിയ ദുരന്തം ഇനി എന്താണുള്ളത്? അനുഭവിച്ചുകൊള്ളുക. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും മോദിയിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് മോദിക്ക് വോട്ട് കുത്തിയവർ നല്ലവണ്ണം അനുഭവിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. എത്രയോ പാവപ്പെട്ട കർഷകർ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്തൊക്കെയോ നേടാമെന്ന സ്വപ്നം കൊണ്ട് തൻ്റെ ഭൂമിയിൽ കൃഷി ഇറക്കിയിട്ട് അവസാനം അവൻ്റെ വിളകൾക്ക് ഒരു തരത്തിലുമുള്ള വില കൽപ്പിക്കാൻ സമൂഹം തയ്യാറാവാതെ വന്നപ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി കർഷകനെ അടക്കം വേട്ടയാടിയപ്പോൾ ഒരു മുഴം കയറിൽ അവനും ജീവിതം അവസാനിപ്പിച്ചു. അങ്ങനെ എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ഭരണകർത്താക്കൾ വിദേശ പര്യടനത്തിലാണ്. അവർക്കൊക്കെ നമ്മുടെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തുന്ന തിരക്കിലാണ്. സാധാരണക്കാരൻ പട്ടിണിയിൽ തന്നെയാണ്. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പദ്ധതി എന്ന് പറയുന്നത് ന്യായ് പദ്ധതിയാണ്. ന്യായ് പദ്ധതിയുടെ സൃഷ്ടാവിനാണ് നോബേൽ സമ്മാനം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്, അഭിജിത്ത് ബാനർജിക്ക്. അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ആ പദ്ധതി രാജ്യത്ത് നടപ്പിലായിരുന്നുവെങ്കിൽ രാജ്യത്തെ 20% വരുന്ന ദാരിദ്ര്യ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. വലിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിമാസം 6000 രൂപ ലഭിക്കുന്ന തരത്തിലോട്ട് ആ പദ്ധതി മുന്നോട്ട് പോകുമായിരുന്നു. വർഷത്തിൽ 72,000 രൂപ ഒരു കുടുംബത്തിന് എന്നുള്ള പദ്ധതി. അപ്പോൾ പട്ടിണി എന്ന് പറയുന്ന കാര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. രാജ്യത്തെ ദരിദ്ര ജനങ്ങൾ, അവർക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അവരും ഒരേപോലെ വികസിച്ച് മുന്നോട്ട് വരുമ്പോൾ രാജ്യം വലിയ രീതിയിൽ സന്തുഷ്ടമായി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തി രാജ്യത്തെ സാധാരണ പൊതുജനം ഹിന്ദുത്വ അജണ്ടയിൽ വീണുപോയി എന്ന സത്യം നമുക്കാർക്കും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. മഹത്തായ ന്യായ് പദ്ധതിയെ പോലെയുള്ള പദ്ധതികൾ നമുക്ക് ലഭിക്കാതെ പോയതിന് കാരണം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ പൊതുജനമാണ്. സംഘപരിവാർ BJP മുന്നിലോട്ട് വെച്ച ഹിന്ദുത്വ അജണ്ട. രാജ്യത്ത് ഹിന്ദുവിന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ മോദിക്ക് വോട്ട് നൽകൂ എന്ന രീതിയിൽ പ്രചരണായുധമായി അവർ മുന്നോട്ട് പോയപ്പോൾ അതിലോട്ട് വീണു പോവുകയായിരുന്നു സാധാരണ ജനങ്ങൾ. പക്ഷേ ഇന്നവർ അനുഭവിക്കുന്നുണ്ട്. എന്താണ് രാജ്യത്തിൻ്റെ അവസ്ഥ? കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്ന് ലോക ബാങ്ക് അടക്കം പറയുമ്പോൾ, സാമ്പത്തിക വിദഗ്ധന്മാർ അടക്കം പറയുമ്പോൾ, നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു നോട്ടം പോലും മനസ്സറിഞ്ഞ് സാധാരണക്കാരനിലേക്ക് നോക്കാൻ മോദിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ തയ്യാറാവുന്നില്ല എന്നതിൻ്റെ നേർസാക്ഷ്യം അവർ കാണുകയാണ്. ഒരുപക്ഷെ ഇനിയൊരവസരം നൽകിക്കഴിഞ്ഞാൽ ന്യായ് പദ്ധതിയെപ്പോലെയുള്ള പദ്ധതിയുമായി മുന്നോട്ട് വന്ന കോൺഗ്രസിനെ സ്വീകരിക്കാൻ രാജ്യത്തെ പൊതുജനം തയ്യാറാകുമായിരുന്നു. എന്തായാലും പൊതുജനത്തിന് വലിയ നഷ്ടം തന്നെയാണ് ന്യായ് പദ്ധതി, സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.